കഴിഞ്ഞില്ലേ? അവനെവിടെ? നിന്നോടല്ലേ ഞാൻ ചോദിച്ചത് അവനെവിടെയെന്ന്? ഞാൻ കണ്ടില്ല. എന്റെ ദൈവമേ, ആ ജോർജ് സാറിനോട് ഞാൻ 4 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണല്ലോ. ഞാനിപ്പോ എന്തോ ചെയ്യും? ഒരു ഗുണമില്ലാത്ത മക്കള്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. മര്യാദക്ക് റേഷൻ കടയിൽ പോയിക്കോ. നീ അതിന് ഞാൻ വരാൻ നിൽക്കണ്ട. പോരെ നീ ആദ്യം കൊണത്തെ തടിയൊന്ന് കുറയ്ക്കും. പൊടി പിള്ളേരുടെ മുമ്പിൽ ഇക്കിളിയിട്ടിട്ട് വന്നിരിക്കും. താങ്കൾ ചാടിയിട്ട് ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല പറയത്തില്ല. അതെ, +2 മുതൽ കാണാൻ തുടങ്ങിയതല്ലേ നമ്മൾ ഇവനെ. അതെ, വിളിച്ചോണ്ട് നിന്നോ. മണി 4 ഇപ്പൊ വരും. എന്തുവാടാ? ഇവന്റെ ഫ്രണ്ട്. ഇപ്പൊ വിളിക്കും. ആരെ? ഈ തെണ്ടിയെ തന്നെ. അവര് വീട്ടിലെത്തി. നീ പോര്. ഇതെന്താ സംഭവം? ഇത് കുറവന്നോടുള്ള കൊച്ച. ഇവിടെ ST കോളേജിൽ പഠിക്കുക. കൊച്ചിന് ഇവനോട് ലപ്പ്. ശരിക്കും? ഇവൻ PSC കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് കണ്ടുള്ള പരിചയമാണ്. എന്നിട്ടെന്താ, അവള് കാര്യം പറഞ്ഞപ്പോ ആശാ മുങ്ങി. നമുക്ക് പിന്നെ പേടിയാണ്. പിന്നെ പേടിയൊന്നുമില്ല. പിന്നെ അവൾ ആ ചേട്ടനെ കണ്ടല്ലോ, അതുപോലെ മൂത്ത ഒരെണ്ണം കൂടെ ഉണ്ട് വീട്ടിൽ. എന്നോടൊക്കെ പറയാൻ പേടി എന്താണെന്ന് പോലും എനിക്കറിയാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങിയാലോ? എന്താണ്, ഓട്ടോ ഉണ്ടോ? ഓടേണ്ടി വരും. അങ്ങോട്ട് നോക്കാം. എന്താണ് അങ്ങോട്ട്? എന്ത് ചെയ്യും? ഹലോ അമ്മേ. നീ എങ്ങോട്ടാ? ഓ, അങ്ങനെയൊന്നുമില്ല. എന്നാ കേറ്, ഒന്ന് പഴങ്ങാട് വരെ പോ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? കേറടാ. അല്ല, ഈ വേഷത്തിൽ ഞാനൊന്ന് കുളിച്ചിട്ട്. കേറടാ. നീ ഇരിക്കാൻ പറ്റും. രണ്ടിനും കൊല്ലാൻ കൊണ്ടുവന്നോ? ചിലപ്പോ. ഇതാ സാറേ ഇവന്റെ അവസ്ഥ. ഉത്തരവാദിത്വവും ബോധവും ഇവന്റെ അടുത്തൂടെ പോയിട്ടില്ല. ചായ കുടിക്കും. മോൻ്റെ പ്രായമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും നമ്മളെ അവസ്ഥ ആലോചിക്കണ്ടേ, സാഹചര്യം മനസ്സിലാക്കണ്ടേ. മോനെ കുറ്റപ്പെടുത്തിയതല്ല, സാധാരണ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള പാട് മോനറിയാലോ. എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി പ്രതീക്ഷയോടെ നിൽക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ടെന്നറിയോ. ഇതിപ്പോൾ നിർഭാഗ്യം കൊണ്ട് നമുക്കൊരവസരം വന്നു. മോൻ്റെ അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ മരണപ്പെട്ടു. ശരി, നമുക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ? അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കുക, അമ്മയും പെങ്ങളെയും നോക്കുക. മോൻ്റെ ജീവിതം ഒരു കരക്കത്തില്ലേ? അവൻ ഈ ജോലി ഏറ്റെടുക്കാതിരിക്കാൻ എന്നോട് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ സാറിന്? അവന് പോലീസ് ജോലി പേടിയാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ സാറേ പറയാ? മോൻ്റെ അച്ഛൻ്റെ കൂടെ 10 വർഷം പണിയെടുത്ത ആളാണ് ഞാൻ. പുള്ളി എന്നും പറയും മക്കളുടെ കാര്യം. നിന്നെ ഒരു SI ആക്കണം എന്നായിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത്.
മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ജീവിക്കണമെന്നല്ല, പക്ഷേ സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ പഠിക്കണം. ഇതെന്നെ മോനായിട്ട് വൈകിപ്പിച്ച് ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചില്ലേ. ഇവൻ്റെ പ്രായം വെച്ച് ഫോഴ്സ് തന്നെ കിട്ടിയാണ്. ഫിസിക്കൽ മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ. സർവീസിലിരിക്കെ മരണപ്പെട്ട 2 വർഷത്തിനകം ജോലിക്ക് കയറണമെന്ന സർവീസ് ചട്ടം. ഇതിപ്പോൾ വൈകിപ്പോയ സ്ഥിതിക്ക് നടക്കുമെന്നറിയത്തില്ല. ഇനിയിപ്പോ എന്താ വേണ്ടേ? എന്തേലും ചെയ്തോണ്ട് കാര്യമുണ്ടോ സാറേ? വളച്ചു കെട്ടുന്നില്ല. പാർട്ടിക്കാർ വിചാരിച്ചാൽ ചിലപ്പോൾ ഇത് നടക്കും. കാര്യമാണ്, പാർട്ടി വിചാരിച്ചാൽ സർക്കാർ വിചാരിക്കും. കേരള പോലീസിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് DGP IG ഒന്നല്ല, അസോസിയേഷൻ നേതാക്കളും ഇവിടുത്തെ പാർട്ടി നേതാക്കളുമാണ്. പാർട്ടി സെൻറ്ററിൽ നിന്ന് വിചാരിച്ചാൽ ഏത് ഫയലും നീങ്ങും. കറുത്തവും വെളുക്കും, വെളുത്തവും കറക്കും. പരീക്ഷ എഴുതാത്തവന് റാങ്കും കിട്ടും. പക്ഷെ വിചാരിക്കണം, പാർട്ടി അനുഭാവികൾ ഫോഴ്സിലുണ്ടാവേണ്ടത് അവരുടെ ആവശ്യമാണ്. മല്ലികയുടെ വല്യം വെച്ച് പണ്ട് പുന്നപ്ര സമരത്തിൽ പങ്കെടുത്തൊക്കെ അല്ലേ? അതെ. ഇന്നതിൽ കാര്യമൊന്നുമില്ല. എന്നാലിതൊക്കെ പറഞ്ഞ് കാണേണ്ടവരൊക്കെ കാണുക. ഭാഗ്യമുണ്ടേ നടക്കും.